സംസ്ഥാനത്ത് പുതിയ 69 പഞ്ചായത്തുകൾ രൂപീകരിക്കാനുള്ള സർക്കാർ നടപടി റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ സർക്കാർ അപ്പീൽ സമർപ്പിച്ചു. നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമം വ്യാഖ്യാനിക്കുന്നതിൽ സിംഗിൾ ബെഞ്ച് പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡിവിഷൻ ബെഞ്ച് മുൻപാകെ അപ്പീൽ സമർപ്പിച്ചത്. അപ്പീൽ കോടതി പിന്നീട് പരിഗണിക്കും. പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ച് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങൾ ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്തിയാണ് ജസ്റ്റിസ് എ വി രാമകൃഷ്ണപിള്ള റദ്ദാക്കിയത്. വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഈ സിംഗിൾ ബെഞ്ച് വിധിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഡിവിഷൻ ബെഞ്ച് മുമ്പാകെ അപ്പീൽ സമർപ്പിച്ചത്. നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട നിയമം വ്യാഖ്യാനിക്കുന്നതിൽ സിംഗിൾ ബെഞ്ച് പരാജയപ്പെട്ടുവെന്ന് അപ്പീലിൽ പറയുന്നു. പഞ്ചായത്ത് രൂപീകരണ വിജ്ഞാപനത്തിനു മുമ്പ് ഗവർണറുടെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് അപ്പീലിൽ വ്യക്തമാക്കുന്നു. 28 മുനിസിപ്പാലിറ്റികൾ രൂപീകരിച്ചത് വിവിധ പഞ്ചായത്ത് പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്താണെന്നും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെയാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെന്നും സർക്കാരിൻ്റെ അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേരള പഞ്ചായത്ത് രാജ് നിയമമനുസരിച്ച് പഞ്ചായത്തിൻ്റെ അതിർത്തി വിപുലമാക്കാനും ചുരുക്കാനും സർക്കാരിന് അധികാരമുണ്ട്. നിയമപ്രകാരവും ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്തുമാണ് പുനർനിർണയം നടത്തിയതെന്നും സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ സൂചിപ്പിക്കുന്നു. നിലവിലെ വില്ലേജുകൾ വിഭജിച്ചും പഞ്ചായത്തുകളുടെ ചില വാർഡുകൾ കൂട്ടിച്ചേർത്തും പുതിയ പഞ്ചായത്തുകൾ രൂപീകരിച്ചത് രാഷ്ട്രീയ പരിഗണനകൾ മൂലമാണെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച 58 ഹർജികൾ അനുവദിച്ചായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടത്. ഉത്തരവിനെതിരെ സർക്കാർ സമർപ്പിച്ച അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പിന്നീട് പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് പുതിയ സാഹചര്യത്തിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്താനാകുമെന്ന് സർക്കാരുമായി ആലോചിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചു. അപ്പീൽ കൊടുത്ത് അത് ഇന്നലെ തന്നെ എൻ്റെ കൂടിയാലോചനയുടെ ഭാഗമായിട്ട് ഒരാഴ്ചത്തെ സാവകാശം സർക്കാർ ആവശ്യപ്പെട്ടു. സർക്കാർ അതിൻ്റെ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി ഒരാഴ്ച സാവകാശം ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് അപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വീണ്ടും സർക്കാരുമായിട്ട് കൂടി ആലോചിച്ച് കുറച്ച് നടപടി എടുക്കും. അത് മാത്രമേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയാനുള്ളൂ. തീർച്ചയായിട്ടും സംസ്ഥാന കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ ബാധ്യത നിറവേറ്റേണ്ടത് ആവശ്യമാണ്. അതിലേക്ക് സഹകരിക്കണമെന്നുള്ള രീതിയിലാണ് നമ്മൾ അഭ്യർത്ഥന സർക്കാരിന് കൊടുത്തിട്ടുള്ളത്. സംസ്ഥാന ഭരണം കോൺഗ്രസ് മുസ്ലിം ലീഗിന് അടിയറ വെച്ചിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞു. പഞ്ചായത്ത് രൂപീകരണം റദ്ദാക്കിയ ഹൈക്കോടതി നടപടിക്കെതിരെ അപ്പീൽ പോകാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം ഇതാണ് വ്യക്തമാക്കുന്നതെന്നും വി.എസ്. പ്രസ്താവനയിൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈയാളുന്ന ലീഗിന്റെ രാഷ്ട്രീയ ഗൂഢതാൽപര്യങ്ങൾക്ക് കോൺഗ്രസ് വഴങ്ങിയതാണ് പുതിയ മുനിസിപ്പാലിറ്റികളുടെയും പഞ്ചായത്തുകളുടെയും രൂപീകരണത്തിന് ഇടയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. നിശ്ചിത സമയത്ത് തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവകാശം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും വി.എസ്. ആവശ്യപ്പെട്ടു. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സർക്കാരിന്റെ സാന്ത്വന പദ്ധതിയായ കാരുണ്യയുടെ പ്രവർത്തനം അവതാളത്തിൽ. ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായവും റീഇംബേഴ്സ്മെന്റ് സംവിധാനവും പൂർണ്ണമായും നിർത്തിവച്ചു. 8 മാസമായി സർക്കാർ ആശുപത്രികൾക്ക് പണം നൽകിയിട്ടില്ല. സ്വകാര്യ ആശുപത്രികൾക്ക് നൽകാനുള്ളത് കോടികളാണ്. നിർധനരായ രോഗികൾക്കുള്ള സർക്കാരിൻ്റെ സാന്ത്വന ചികിത്സാ പദ്ധതിയായ കാരുണ്യ അടച്ചുപൂട്ടലിൻ്റെ വക്കിലാണ്. 2 മാസമായി കാരുണ്യയിൽ നിന്ന് രോഗികൾക്ക് ഒരു തുക പോലും അനുവദിച്ചിട്ടില്ല. ഡയാലിസിസ് രോഗികൾക്കുള്ള ധനസഹായം പൂർണ്ണമായും നിർത്തിവെച്ചു. സാധാരണ ഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത രോഗികൾക്ക് വീട്ടിൽ പോയി ചെയ്യുന്ന പെരിട്ടോണിയൽ ഡയാലിസിസ് ധനസഹായവും പൂർണ്ണമായി നിലച്ചു. സർക്കാർ ആശുപത്രികൾക്ക് 2014 ഡിസംബറിന് ശേഷം ഈ ഇനത്തിൽ ഒരു തുക പോലും നൽകിയിട്ടില്ല. ഇതുമൂലം സർക്കാർ ആശുപത്രിയിൽ തുടങ്ങാൻ പോകുന്ന ഡയാലിസിസ് സെൻ്ററുകളുടെ കരാർ ഒപ്പുവെക്കൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഹീമോഫീലിയ രോഗികൾക്ക് മരുന്ന് നൽകിയ വകയിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് സർക്കാർ നൽകാനുള്ളത് 4 കോടി രൂപയാണ്. ചികിത്സയ്ക്ക് വിധേയരായവർ ബില്ലുകളുമായി കാരുണ്യ അധികൃതരെ സമീപിക്കുമ്പോൾ അവർ തൊടുന്യായങ്ങൾ പറഞ്ഞ് രോഗികളെ മടക്കി അയക്കുകയാണ്. 700 കോടിയിലേറെ രൂപയാണ് സർക്കാർ കാരുണ്യ ലോട്ടറി വഴി സമാഹരിച്ച് കഴിഞ്ഞത്. ഗുരുതര രോഗങ്ങളായ ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ലിവർ രോഗങ്ങൾ, കിഡ്നി, ഹീമോഫീലിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് സഹായധനമായിട്ടാണ് സർക്കാർ കാരുണ്യ ലോട്ടറി നടത്തിപ്പിനെ കണ്ടത്. ഇത്തരമൊരു പദ്ധതിയായതിനാൽ ലോട്ടറി എടുക്കാൻ താല്പര്യമില്ലാത്തവർ പോലും കാരുണ്യയുടെ ഭാഗമായി. ആ തുകയെല്ലാം എവിടെ പോയി എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നിശ്ചയമായിട്ടും. അപ്പൊ നമ്മൾ എന്തിന് പ്രയോറിറ്റി നൽകുന്നത് നോക്കുമ്പോൾ ജനങ്ങൾക്ക് എത്രയും സഹായകരമായിരുന്ന പദ്ധതി, അല്ലെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കാനുള്ള പെൻഷൻ, ഇങ്ങനെ കാര്യങ്ങൾക്ക് മുൻഗണന നൽകണം. എന്നാൽ സർക്കാരിന്റെ മുൻഗണന അതല്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിസന്ധി കാണിക്കുന്നത്. വാർത്തയിൽ പറയുന്നത്ര സാമ്പത്തിക ഞെരുക്കം കാരുണ്യക്കില്ലെന്ന് ജോസഫ് വാഴക്കൻ MLA പ്രതികരിച്ചു. പുതിയ മേഖലകളിലേക്ക് ഇതിന് സഹായം കൊടുക്കാൻ തുടങ്ങിയതോടുകൂടി ഈ 2 ലോട്ടറി കൊണ്ട് കിട്ടുന്ന തുക പോലും അപര്യാപ്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ജീവനക്കാരുടെ കുറവുണ്ടാകാം, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഒരു പരിമിതി ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് അതൊക്കെ റെഗുലൈസ് ചെയ്യാനും അതൊക്കെ
കുറ്റമറ്റ രീതിയിലാക്കുന്നതിന് വേണ്ടിയാണ് 3 സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി അവര് അതിന്റെ ഒരു റിപ്പോർട്ട്, അതിന് ഫൈനലായിട്ട് അതിന്റെ ഒരു പുതിയ മാർഗരേഖ തയ്യാറാക്കുകയാണ്. ധനപ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ കാരുണ്യ പദ്ധതിയുടെ തുക വകമാറ്റി ചിലവഴിച്ചത് കൊണ്ടാണോ ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടായതെന്ന് ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. മറ്റെന്തിനൊക്കെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് നിഷേധിച്ചാലും കാരുണ്യ രോഗികളുടെ അപേക്ഷ നിരസിക്കുന്നവർ ചെയ്യുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. നാളെ ഒരിക്കൽ തിരുത്തണമെന്ന് തോന്നിയാൽ പോലും ഗുണഭോക്താവ് ജീവനോടെ ഈ ലോകത്ത് ബാക്കിയുണ്ടാവില്ല. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കാരുണ്യ പദ്ധതി പ്രകാരം രോഗികൾക്ക് സഹായം നൽകുന്നതിൽ വീഴ്ചയുണ്ടായതായി KM മാണി പറഞ്ഞു. കാരുണ്യ പദ്ധതി അവതാളത്തിലെന്ന് പീപ്പിൾ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി. ഗവൺമെന്റിന്റെ സാധാരണഗതിയിലുള്ള ഡിലേ വരാം, അല്ലാതെ കൊടുക്കുന്നില്ലായികയില്ലല്ലോ. 800 കോടി കൊടുത്തല്ലോ. 1,14,000 ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുത്തു. 800 കോടിയിൽ പരം രൂപ കൊടുത്തു. പിന്നെ ഇപ്പൊ പൈപ്പ് ലൈൻ കുറച്ചൊന്നും കാണും. കശുവണ്ടി വികസന കോർപ്പറേഷൻ അനുവദിച്ച 30 കോടി രൂപ നൽകാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ. പണം അനുവദിക്കാത്തതിന് പിന്നിൽ ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അനുവദിച്ച പണം ഉടൻ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പിണറായി. ഇവിടെ ശ്രീ ചന്ദ്രശേഖരൻ നടത്തുന്ന സമരം ഒരു ധർമ്മ സമരമാണ്. മുഖ്യമന്ത്രി തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടതുമാണ്. അപ്പോൾ എന്തുകൊണ്ട് നടപ്പാകുന്നില്ല? മുഖ്യമന്ത്രിയും ഗവൺമെന്റും വേണ്ട രീതിയിൽ ഈ പ്രശ്നം ഗൗരവത്തിലെടുത്തില്ല എന്നാണ് കാണുന്നത്. കശുവണ്ടി തൊഴിലാളികളുമായി സർക്കാർ കരാർ ഉണ്ടാക്കിയതാണ്. മുഖ്യമന്ത്രി കൂടി ഇടപെട്ടുകൊണ്ടാണ് കരാർ തയ്യാറാക്കിയത്. എന്നാൽ കരാർ പാലിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഇടപെടലല്ലെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. കശുവണ്ടി തൊഴിലാളികൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യം ഉടൻ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമരത്തെ അവഗണിച്ച ധനമന്ത്രി KM മാണിക്ക് INTUC സംസ്ഥാന പ്രസിഡന്റ് K ചന്ദ്രശേഖരന്റെ മറുപടി ഇതായിരുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ ജനാധിപത്യം തകരുകയാണ്. ജനാധിപത്യത്തിലെ അൾട്ടിമേറ്റ് പവർ എന്ന് പറയുന്നത്, അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് മന്ത്രിമാരും മന്ത്രിസഭയുമാണ്. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം, നേതാക്കളായ KO ഹബീബ്, SS പോറ്റി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.